SITയെ വലിയ രീതിയിൽ പ്രതിപക്ഷം പരിഹസിക്കുന്നുണ്ട്. നിങ്ങൾ തപ്പിയിട്ട് കണ്ടില്ലല്ലോ, കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് SIT ആഞ്ഞു പരതുകയാണോ? എവിടെയൊക്കെയാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് അന്വേഷണം? സുജയ, SITയുടെ അന്വേഷണം 10ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതേവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അതേസമയം തന്നെ രാഹുൽ എവിടെയൊക്കെ ഒളിവിലിരുന്നു എന്നുള്ളത് രാഹുൽ അവിടെ നിന്ന് പോയതിനു ശേഷം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കർണാടകത്തിലെ ചില സ്ഥലങ്ങൾ തന്നെയാണ്. ആദ്യം തന്നെ കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ബാഗല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. 2 ദിവസത്തിനടുത്താണ്, അതായത് ഒരു ദിവസം പകലും മറ്റൊരു ദിവസം രാത്രിയുമായി തന്നെ അവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് SITയുടെ നിഗമനം. ആ ബാഗല്ലൂരിൽ 15 ഏക്കറിലുള്ള ഒരു റിസോർട്ടിലാണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് എന്ന് പറയുന്നു. മാത്രമല്ല ഇവിടെ എത്തിച്ച ഡ്രൈവറെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇയാൾ പോലീസിന് മുൻപിൽ നിന്നാണ് ഓടി രക്ഷപ്പെട്ടത്. പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതിനുശേഷം കർണാടകത്തിലേക്ക് കടക്കുകയും കർണാടകത്തിലെ ഒരു 3000 ഏക്കറിലുള്ള ഒരു ഫാം ഹൗസിൽ രാഹുൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വിവരം കൂടിയുണ്ട്. അത് ഏകദേശം 3 ദിവസത്തിനടുത്ത് അവിടെ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ചില പ്രാദേശിക കോൺഗ്രസ് സഹായങ്ങൾ, ഒപ്പം തന്നെ റിസോർട്ട് ഉടമകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ അവരുടെ കൂടി സംരക്ഷണം രാഹുലിനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ SIT മനസ്സിലാക്കുന്നത്. ആ 3000 ഏക്കറുള്ള ഫാം ഹൗസിന് ഈ പറയുന്ന രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അതിനകത്തേക്ക് കയറി പരിശോധന നടത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടി SITയുടെ മുൻപിലുണ്ട്. പക്ഷേ രാഹുൽ അവിടെ ഇല്ല, അവിടെ നിന്ന് മാറി എന്നുള്ളതാണ് SITയുടെ ഒരു ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഫോൺ ഓണായി എന്നുള്ളതായിരുന്നു രാഹുലിനെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി SITയുടെ പക്കൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഫോൺ രാഹുലിനോടൊപ്പം ഇല്ല. ഫോണിന്റെ അവസാന ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് സുള്ളിയാണ്. അതായത് ഫോൺ ഒരു വഴിയിലൂടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു വഴിയിലൂടെയും സഞ്ചരിക്കുന്നു. കർണാടകയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാർക്ക് ഉള്ള ഒരു സ്വാധീനം വെച്ച് അവർക്ക് എങ്ങനെ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയും, ഇരുചെവി അറിയാതെ. അങ്ങനെയുള്ള ഒരു യാത്രയിലാണോ, സഞ്ചാര പാതയിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് SITയെ കുഴക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ.